ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് ആരംഭിക്കും. ലോക്സഭയിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാളും രാജ്യസഭയിൽ ബിജെപി അംഗം സി സദാനന്ദൻ മാസ്റ്ററും നന്ദിപ്രമേയം അവതരിപ്പിക്കും. ഈ മാസം 13 വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം ഘട്ടം. മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയാണ് രണ്ടാം ഘട്ടം. 2 ഘട്ടങ്ങളിലുമായി 30 ദിവസമാണ് ഇരുസഭകളും ചേരുക. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് ഐശ്വര്യഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചതായി മന്ത്രി ഒ.ആർ. കേളു ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. 15-ൽ താഴെ ഗുണഭോക്താക്കളുള്ള ഉന്നതി നിവാസികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കുടിവെള്ളം സാമൂഹിക അവകാശമായി കണക്കാക്കി എല്ലാവർക്കും സുരക്ഷിത കുടിവെള്ളം ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനുവേണ്ടി മന്ത്രി കെ രാജൻ മറുപടി നൽകി. അശാസ്ത്രീയമായ കുഴൽക്കിണർ നിർമ്മാണം തടയുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. അതേസമയം ശബരിമല സ്വർണ്ണ അപഹരണ കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിൽ പ്രതിപക്ഷത്തിന്റെ സമരം തുടരുകയാണ്. 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിച്ചത്. സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്നു മുതൽ ബുധനാഴ്ച വരെ തുടരും. സംസ്ഥാനത്ത് എസ്ഐആറിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. ഇതുവരെ ലഭിച്ച അംഗീകരിക്കപ്പെട്ട അപേക്ഷകൾ ഉൾപ്പെടുത്തിയാകും പട്ടിക പ്രസിദ്ധീകരിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കുവാനുള്ള സമയപരിധി അവസാനിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. അനുകൂല ഉത്തരവ് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കോടതി അനുമതി ലഭിച്ചാൽ ഏകദേശം 22,000-ഓളം അധ്യാപകർക്ക് നിയമന തീയതി മുതൽ സ്ഥിര നിയമനം നൽകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നെഞ്ചുവേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കേസിൽ 13ാം പ്രതിയാണ് അദ്ദേഹം. സംസ്ഥാനത്ത് SSLC IT പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമായി. മോഡൽ പരീക്ഷ ഈ മാസം 16 മുതൽ 20 വരെ നടക്കും. SSLC, THSLC, AHSLC പരീക്ഷകൾ അടുത്ത മാസം 5 മുതൽ 30 വരെ നടക്കും. ഏപ്രിൽ 7 മുതൽ 25 വരെയാണ് മൂല്യനിർണ്ണയ നടപടികൾ. മെയ് 8-ന് പരീക്ഷാഫലം പ്രഖ്യാപിക്കും. കേരളത്തിലെ സ്കൂൾ സിലബസ് ലഘൂകരിക്കുന്ന വിഷയത്തിൽ സംസ്ഥാന കരിക്കുലം കമ്മിറ്റി വിശദമായ ചർച്ചകൾ നടത്തി ഉടൻ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പുസ്തക സഞ്ചിയുടെ ഭാരം കുറയ്ക്കൽ മാത്രമല്ല, മാനസിക ഭാരം കൂടി കുറയ്ക്കുവാനുള്ള ഇടപെടലിന്റെ ഭാഗമായാണ് സിലബസ് ലഘൂകരണമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 839 പോയിന്റ് ഉയർന്ന് 81,114-ലും നിഫ്റ്റി 44 പോയിന്റ് വർദ്ധിച്ച് 24,869-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 6,640 രൂപ താഴ്ന്ന് 1,11,120 രൂപയാണ് ഇന്നത്തെ വില. അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ. സിംബാബ്വേയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 58 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ സെമി പ്രവേശം. 253 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 46.2 ഓവറിൽ 194 റൺസിന് ഓൾ ഔട്ടായി. നാളെ നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ നടക്കുന്ന രണ്ടാം സെമിയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെയും നേരിടും. ഏഷ്യൻ റൈഫിൾ ആന്റ് പിസ്റ്റൾ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. 2 ആഴ്ചത്തെ ചാമ്പ്യൻഷിപ്പിൽ 17 രാജ്യങ്ങൾ പങ്കെടുക്കും. പുരുഷ, വനിതാ, ജൂനിയർ, യൂത്ത് വിഭാഗങ്ങളിലായി 10 മീറ്റർ, 25 മീറ്റർ, 50 മീറ്റർ റൈഫിൾ പിസ്റ്റൾ ഇനങ്ങളിൽ മത്സരങ്ങൾ ഉണ്ടാകും. 68ാം ഗ്രാമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ടിബറ്റൻ ആത്മീയ ഗുരു ദലൈലാമയ്ക്കും ഹോളിവുഡ് സംവിധായകൻ സ്റ്റീവൻ സ്പീൽബർഗിനും കെ പോപ്പിനും ഗ്രാമി പുരസ്കാരം. മികച്ച ഓഡിയോ ബുക്ക്, വിവരണം, സ്റ്റോറി ടെല്ലിംഗ് ആന്റ് റെക്കോർഡിംഗ് വിഭാഗത്തിലാണ് ദലൈലാമയ്ക്ക് പുരസ്കാരം. മ്യൂസിക് ഫോർ ജോൺ വില്യംസ് സംഗീതവുമായി ബന്ധപ്പെട്ട മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയതോടെ സംവിധായകൻ സ്റ്റീവൻ സ്പീൽബർഗിനും ആദ്യ ഗ്രാമി അവാർഡ് ലഭിച്ചു. കെ പോപ്പ് ഡീമൺ ഹണ്ടേഴ്സിലെ ഗോൾഡൻ എന്ന ഗാനം മികച്ച ഗാനത്തിനുള്ള പുരസ്കാരവും നേടി. അമേരിക്കൻ റാപ്പർ കെൻഡ്രിക് ലാമർ റാപ്പ് വിഭാഗത്തിൽ 3 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. അതേസമയം ഇന്ത്യയുടെ പ്രതീക്ഷകളായിരുന്ന സിദ്ധാന്ത് ഭാട്ടിയ, ചാരുസുരി, അനുഷ്ക ശങ്കർ എന്നിവരും പുരസ്കാരത്തിനായി മത്സരിച്ചിരുന്നു. ഇന്ന് ലോക തണ്ണീർത്തട ദിനം. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദിനാഘോഷത്തിന്റെ ഭാഗമായി തണ്ണീർത്തടങ്ങളും പാരമ്പര്യ അറിവുകളും എന്ന പ്രമേയത്തിൽ ന്യൂഡൽഹിയിലെ അസോല ഭാട്ടി വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൽ നടക്കുന്ന പ്രത്യേക പരിപാടിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് മുഖ്യ അതിഥിയാകും. ഏക് പേഡ് മാ കെ നാം യജ്ഞത്തിന് കീഴിൽ അദ്ദേഹം വൃക്ഷത്തൈ നടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.